തൃശൂർ കൊടുങ്ങല്ലൂരിലെ ഫ്ളാറ്റിലെ ഫ്രിഡ്ജിൽ നിന്നും ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ചാത്തയടത്ത് പറമ്പിലുള്ള ഫ്ളാറ്റിൽ താമസിക്കുന്ന യുവദമ്പതികളുടെ മുറിയിൽ നിന്നാണ് ഭ്രൂണം കണ്ടെത്തിയത്. താൻ 3 മാസം ഗർഭിണിയായിരുന്നുവെന്നും മാസം തികയാതെ പ്രസവിച്ചെന്നുമാണ് യുവതി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. നഴ്സിംഗ് പഠിച്ചിട്ടുള്ളതിനാൽ ഭ്രൂണം സ്വയം വേർപ്പെടുത്തിയെന്നും യുവതി പറയുന്നു. ഫ്രിഡ്ജിൽ ചെറിയ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ പരിശോധന. ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീജിത്ത്, ഈ പറയുന്ന മാതാവ് നൽകുന്ന മൊഴിയൊക്കെ എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? ഫ്രിഡ്ജിനുള്ളിൽ എന്തിന് ഭ്രൂണം സൂക്ഷിച്ചു? എന്താണ് ഈ കുഞ്ഞിന് സംഭവിച്ചത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം എന്താണ്? എങ്ങനെയാണ് ഫ്രിഡ്ജിനുള്ളിൽ ഭ്രൂണം എത്തിയത്? എന്താണ് അവിടെ സംഭവിച്ചത്? എങ്ങനെ പോലീസ് ആ ഫ്ളാറ്റിലേക്ക് എത്തുന്നു? സുഹൈല് 28 വയസ്സാണ് ഈ യുവതിക്ക് പ്രായം. അവരുടെ പേര് വിവരങ്ങളടക്കം നമ്മുടെ പക്കലുണ്ട്. പക്ഷേ സ്വകാര്യത മാനിച്ച്, ഒരു പോക്സോ കേസാണ്, സ്വകാര്യത മാനിച്ച് നമ്മുടെ ആ പേര് വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിടുന്നില്ല. എന്നാൽ 23 വയസ്സ് മാത്രമാണ് ഇവരുടെ പങ്കാളിക്ക് പ്രായമുള്ളത്. ഇന്ന് ഒരു 4 മണിയോടുകൂടിയാണ് പോലീസ് ഈ ഫ്ളാറ്റിലെത്തുന്നത്. അങ്ങനെ ഫ്ളാറ്റിലെത്താൻ കാരണം ഒരു ഫോൺ കോൾ ആയിരുന്നു. ആ ഫോൺ കോൾ ആരുടേതാണെന്ന് പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാലും പോലീസ് ഈ ഫ്ളാറ്റിലേക്ക് എത്തിച്ചേരുന്നു. ആ സമയത്താണ് ചില വിവരങ്ങൾ പോലീസിന്റെ പക്കലേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഫ്രിഡ്ജ് തുറക്കാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഫ്രിഡ്ജ് തുറക്കാൻ ആവശ്യപ്പെടുന്നു, ഫ്രിഡ്ജ് തുറക്കുന്നു. ആ സമയത്താണ് ഒരു പച്ച ബോക്സിൽ ഞെട്ടിക്കുന്ന വാർത്തയാണ്. പോലീസിന് എവിടെ നിന്ന് രഹസ്യവിവരം ലഭിക്കുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫ്ളാറ്റിലെത്തിയ പോലീസ് ഫ്രിഡ്ജ് തുറന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഒരു പെട്ടിക്കുള്ളിൽ 3 മാസം പ്രായമായ ഭ്രൂണമാണ്. പിറക്കും മുമ്പ് അതിനെ പിഴുതെറിഞ്ഞത് എന്തിനെന്ന ചോദ്യം ബാക്കിയാണ്. എന്താണ് സംഭവിച്ചെന്ന ചോദ്യം ബാക്കിയാണ്. നിലവിൽ മാതാവ് നൽകുന്ന വിശദീകരണം 3 മാസം പ്രായമായപ്പോൾ പ്രസവിച്ചു, അല്ലെങ്കിൽ താൻ തന്നെ അതിനെ വേർപ്പെടുത്തിയെന്നാണ്. ഇതൊക്കെ എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന കാര്യമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസ് സമഗ്രമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് അല്പസമയം മുമ്പ് മാത്രമാണ് നാടിന് ഞെട്ടിച്ച രീതിയിൽ ഫ്രിഡ്ജിനുള്ളിൽ ഭ്രൂണം കണ്ടെത്തിയത്. വിശദാംശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് അതിലേക്ക് വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.